നമസ്കാരം. ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ദേശീയ തലത്തിൽ കനത്ത തിരിച്ചടി നേടിയപ്പോഴും കേരളത്തിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു പ്രകടനമാണ് BJP നടത്തിയത്. പ്രത്യേകിച്ച് അനുകൂല രാഷ്ട്രീയ കാലാവസ്ഥ ഒന്നും ഇല്ലായിരുന്നിട്ട് കൂടിയും 20% വോട്ടാണ് BJP നേടിയത്. അതിൽ തന്നെ എടുത്തു പറയേണ്ടത് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ സുരേഷ് ഗോപി നേടിയ വിജയമാണ്. വലിയ ഭൂരിപക്ഷത്തിൽ ഏകപക്ഷീയമായിട്ടുള്ള വിജയമാണ് BJP സ്വന്തമാക്കിയത്. എന്നാൽ കേരളത്തിൽ ഇത് BJPയുടെ രാഷ്ട്രീയ വിജയമെന്ന് നമുക്കതിനെ വിശേഷിപ്പിക്കാനായിട്ട് ഒരിക്കലും സാധിക്കുകയില്ല. കാരണം കൃത്യമായി തൻ്റെ വ്യക്തിപ്രഭാവം ഒന്ന് മാത്രം ഉപയോഗിച്ച് ആ മണ്ഡലത്തിൽ തന്നെ നിലയുറപ്പിച്ച് സുരേഷ് ഗോപി നടത്തിയ പ്രവർത്തനത്തിലൂടെ രാഷ്ട്രീയത്തിനും അപ്പുറം വോട്ടുകൾ സമാഹരിക്കുവാനായിട്ട് സുരേഷ് ഗോപിക്ക് കഴിഞ്ഞു എന്നതാണ് മറ്റൊരു സത്യം. അതിനൊപ്പം തന്നെ പൂരം കലക്കിയ നടപടിയും അതുപോലെ തന്നെ കോൺഗ്രസിലെ വിവിധ പ്രശ്നങ്ങളുമെല്ലാം തന്നെ സുരേഷ് ഗോപിക്ക് വളരെയധികം അനുഗ്രഹമായിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ മാറുകയും ചെയ്തു. അങ്ങനെ തൃശ്ശൂരിലെ ഈ വിജയത്തിലൂടെ കേരളത്തിൽ മുഴുവൻ വേരുറപ്പിക്കാമെന്നാണ് BJP കരുതിയതെങ്കിൽ ആ പ്രതീക്ഷകളെല്ലാം തന്നെ അസ്തമിക്കുകയാണ് എന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥ. കാരണം സുരേഷ് ഗോപി ഇതാ BJPക്കും വോട്ട് ചെയ്തവർക്കുമെല്ലാം തന്നെ സ്വീകാര്യനല്ലാതെ മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നാണ് രാഷ്ട്രീയ കേരളം വിശേഷിപ്പിക്കുന്നത്. സുരേഷ് ഗോപിയുടെ ഓവർ ഷോയും അതോടൊപ്പം തന്നെ ഇപ്പോൾ ഉള്ള ഈ കാട്ടിക്കൂട്ടലുകളും അതിരുവിടുമ്പോൾ ജനപ്രീതിയും അതോടൊപ്പം തന്നെ പിന്തുണയും കുത്തനെ ഇടിയുകയാണ്. ഒരു കോമാളി ലെവലിലേക്ക് ഇപ്പോൾ തന്നെ അദ്ദേഹം മാറിക്കഴിഞ്ഞെന്നാണ് മറ്റ് പാർട്ടിക്കാർ അടക്കമുള്ളവർ തന്നെ, പ്രത്യേകിച്ച് വിമർശകരെല്ലാം തന്നെ പറയുന്നത്. ഒരു സാധാരണ MP ആണെങ്കിലും ആ പദവിയും പത്രാസും കണ്ടാൽ ഒരു അമേരിക്കൻ പ്രസിഡന്റ് ആണെന്നാണ് പുള്ളിയുടെ വിചാരമെന്നാണ് വിമർശനം. എല്ലായിടത്തും സിനിമ സ്റ്റൈൽ എൻട്രിയും ഡയലോഗും. അദ്ദേഹം ഇപ്പോഴും സിനിമയിൽ ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ധാരണ താൻ ഇപ്പോഴും സിനിമയിലെ ഏതോ ഒരു കഥാപാത്രം തന്നെയാണെന്നാണ്. അത് ഏതോ ഒരു കഥാപാത്രമല്ല, അദ്ദേഹം ഇപ്പോൾ മനസ്സിൽ കൊണ്ടു നടക്കുന്നത് കമ്മീഷണർ സിനിമയിലെ കഥാപാത്രമാണെന്നാണ് ചില ചിന്തകർ പറഞ്ഞു വയ്ക്കുന്നത്. കാരണം അദ്ദേഹം മാധ്യമങ്ങളോട് തന്നെ ഇത് പറഞ്ഞിരുന്നു, കമ്മീഷണർ സിനിമയിലെ കഥാപാത്രത്തിന് എന്താണ് കുഴപ്പമെന്ന്, എന്താണ് തെറ്റെന്ന്. എന്ന് വെച്ചാൽ അദ്ദേഹം ഇപ്പോഴും ആ കഥാപാത്രത്തിൽ തന്നെയാണ്. ആ കഥാപാത്രത്തിലെ നടത്തം അല്ലെങ്കിൽ ആ കഥാപാത്രത്തിലെ സംഭാഷണം, ആ കഥാപാത്രത്തിലെ രീതികൾ ഒക്കെ തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ പിന്തുടരുന്നത്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം നടന്ന ഒരു പരിപാടി, ഔദ്യോഗിക പരിപാടി. കഴിഞ്ഞ ദിവസം ഗവർണറുടെ ഔദ്യോഗിക പരിപാടിയിൽ പോയായിരുന്നു സിനിമാ സ്റ്റൈൽ വേഷം കെട്ടൽ. അതായത് കേരള ഒളിമ്പിക്സ് അസോസിയേഷൻ കഴിഞ്ഞ ദിവസം സംഘടിപ്പിച്ച ഒളിമ്പിക് റൺ പരിപാടിയിലാണ് ഈ സംഭവം ഉണ്ടായത്. ആ ഒളിമ്പിക് റൺ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതും അതോടൊപ്പം തന്നെ അത് ഫ്ലാഗ് ഓഫ് ചെയ്യുന്നതും ഗവർണറാണ്. അങ്ങനെയാണ് പരിപാടി നിശ്ചയിച്ചിരുന്നത്. കാരണം ഗവർണർ പ്രസംഗിക്കാനായിട്ട് എഴുന്നേറ്റ് നിൽക്കുമ്പോൾ സുരേഷ് ഗോപി അവിടെ ഗവർണറെ കാണുന്നു, ഗവർണറോട് സംസാരിക്കുന്നു, ഇറങ്ങി പുറത്തേക്ക് പോകുന്നു. ഗവർണർ സ്റ്റേജിൽ ഉണ്ടാകുമ്പോൾ ആരും ഇരുന്ന ഇരിപ്പിടത്തു നിന്ന് പോലും മാറാൻ പാടില്ല, സ്റ്റേജിൽ നടക്കാനായിട്ട് പാടില്ല. ഇതാണ് നിയമം. ഗവർണർ ഇറങ്ങിയതിന് ശേഷം മാത്രമേ ആരായാലും സ്റ്റേജിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പോലും പാടുള്ളൂ എന്നാണ് പ്രോട്ടോകോൾ. എന്നാൽ സുരേഷ് ഗോപി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ചെയ്തു. ഗവർണർ പ്രസംഗിക്കുമ്പോൾ സുരേഷ് ഗോപി സ്റ്റേജ് വിട്ടിറങ്ങി പോകുന്നു. ഇതോടെ അവിടെ നിന്നിരുന്ന വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള ജനക്കൂട്ടം സുരേഷ് ഗോപിയെ വളയുന്നു. സുരേഷ് ഗോപിയുടെ അടുത്തേക്ക് പാഞ്ഞെത്തുകയും അവർ ആഹ്ലാദം പ്രകടിപ്പിക്കുകയും ചെയ്തു. ഇതേ തുടർന്ന് അവിടെ ഉണ്ടായ വലിയ ബഹളം മൂലം ഗവർണറുടെ പ്രസംഗം ശരിക്കും കേൾക്കാത്ത ഒരു അവസ്ഥയുണ്ടായി. ഇവിടെ ഓർക്കേണ്ട കാര്യം, ഗവർണറാണ് ഫ്ലാഗ് ഓഫ് ചെയ്യേണ്ടത്. എന്നാൽ സുരേഷ് ഗോപി എന്ത് ചെയ്തു? കൊടിയെടുത്ത് ഫ്ലാഗ് ഓഫ് ചെയ്യുകയും ചെയ്തു. എന്ന് വെച്ചാൽ ഗവർണറുടെ പരിപാടി ആകെ താറുമാറാക്കി എന്നർത്ഥം. ഇത് അദ്ദേഹം ബോധപൂർവം ചെയ്യുന്നതാണോ അതോ ഇനി അബോധപൂർവം ചെയ്യുന്നതാണോ എന്നൊന്നും അറിയില്ല. അതോ ഇനി ഇപ്പോഴും അദ്ദേഹം സിനിമയിലെ കഥാപാത്രമായി തന്നെയാണോ ജീവിക്കുന്നത് എന്നൊക്കെ തോന്നുന്ന രീതിയിലാണ് ഈ പരിപാടിയിൽ അദ്ദേഹം പെരുമാറിയത്. ഇത് സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം എല്ലാ മാധ്യമങ്ങളും വാർത്തയാക്കിയിരുന്നു, വാർത്തകൾ നൽകിയിരുന്നു. കാരണം ഓരോ മിനിറ്റിലും കൃത്യമായിട്ടുള്ള രീതിയിൽ നിയന്ത്രിച്ച പരിപാടിയിൽ ഗവർണറെ പോലും മാനിക്കാതെ സുരേഷ് ഗോപി നടത്തിയത് വെറും പ്രോട്ടോകോൾ ലംഘനമാണെന്നാണ് ഇപ്പോൾ ഉയർന്നു വരുന്ന ആരോപണങ്ങൾ. കാരണം മന്ത്രി V ശിവൻകുട്ടിയും വേദിയിലുണ്ടായിരുന്നു. ഗുരുതരമായിട്ടുള്ള പ്രോട്ടോകോൾ ലംഘനമാണ് സുരേഷ് ഗോപി നടത്തിയതെന്ന് ശിവൻകുട്ടി കുറ്റപ്പെടുത്തുകയുണ്ടായി. സുരേഷ് ഗോപി ദേശീയ ഗാനത്തെയും അതോടൊപ്പം തന്നെ ഭരണഘടനയും അവഹേളിച്ചെന്നാണ് മന്ത്രി GR അനിൽ കുറ്റപ്പെടുത്തിയത്. ഗവർണറോടും അതോടൊപ്പം തന്നെ ദേശീയ ഗാനത്തോടും അനാദരവാണ് സുരേഷ് ഗോപി നടത്തിയതെന്നും ആരോപണങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. എന്തിനേറെ പറയണം, അമ്പലത്തിൽ പോയി വരുമ്പോഴൊക്കെ പോലും സിനിമാ സ്റ്റൈലിൽ പോലീസുകാരെ കൊണ്ട് നിർത്തി സല്യൂട്ട് ചെയ്യിപ്പിക്കുന്നു. ഏതെങ്കിലും MP-മാർ ഇങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ എന്നാണ് പലരും ചോദിക്കുന്നത്. അതിലുപരിയായിട്ട് BJP എന്നും വേട്ടയാടുന്ന ഗാന്ധി കുടുംബത്തിലെ പ്രധാനിയായിട്ടുള്ള ഇന്ദിരാഗാന്ധിയെ
ഭാരതമാതാവ് എന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചതും നാം കണ്ടതാണ്. ഭാരതാംബ എന്ന സംഘപരിവാർ സങ്കല്പത്തെയാണ് അദ്ദേഹം ഇവിടെ അപമാനിച്ചത് എന്നാണ് BJP-ക്കാർ പോലും ഇപ്പോൾ അടക്കം പറയുന്നത്. ഈ വിഷയത്തിൽ RSS അടക്കം അദ്ദേഹത്തെ കുറ്റപ്പെടുത്തി രംഗത്ത് വന്നിരുന്നു. അതുമാത്രമല്ല, കോൺഗ്രസ് നേതാവ് K. കരുണാകരനെ പോലും അദ്ദേഹം പൊക്കിയടിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തുന്നു. ഇതൊക്കെ തന്നെ BJP കോണുകളിൽ വലിയ ചർച്ചയായി തന്നെ മാറിയിരുന്നു. കഴിഞ്ഞ ദിവസം പള്ളിയിൽ പോയി പാടുന്ന ഒരു വീഡിയോ അദ്ദേഹത്തിൻ്റെ പുറത്തു വന്നിരുന്നു. ഇതൊക്കെ തന്നെ BJP ക്യാമ്പുകളിൽ വലിയ ചർച്ചയായി മാറിയിരുന്നു. ആളുകളെ കാണിക്കാൻ വേണ്ടി അദ്ദേഹം എന്തൊക്കെയോ ചെയ്യുകയാണെന്നാണ് അദ്ദേഹത്തെ ഇപ്പോൾ പലരും കുറ്റപ്പെടുത്തുന്നത്. ആദ്യം കേന്ദ്രമന്ത്രിസ്ഥാനം അദ്ദേഹം നിരസിക്കുന്നു. പണി പാളുമെന്ന് മനസ്സിലായപ്പോൾ അത് തള്ളിപ്പറയുന്നു. അങ്ങനെ ആകെ മൊത്തം ബോധവും അതുപോലെ തന്നെ കഥയും ഇല്ലാത്ത ഒരു അവസ്ഥ. സ്വന്തം ഡ്രൈവറെ കാറിനുള്ളിൽ വെച്ച് അടിക്കുന്ന അദ്ദേഹത്തിൻ്റെ ആ വീഡിയോകൾ പോലും വലിയ വിമർശനങ്ങൾക്ക് ഇടയാക്കിയിരുന്നു. ദൈവമേ, ഇയാൾക്കാണല്ലോ ഞങ്ങൾ വോട്ട് ചെയ്തതെന്ന് തൃശ്ശൂർക്കാർ പോലും ഇപ്പോൾ ചിന്തിക്കാൻ തുടങ്ങിയെന്നാണ് വിവിധ ചർച്ചകൾ. അപ്പോൾ ഒരു അഭിനേതാവ് എന്ന നിലയിലാണ് സുരേഷ് ഗോപി പലയിടത്തും ഓരോന്നും ഇപ്പോൾ കാട്ടിക്കൂട്ടുന്നത്. ഏതോ ഒരു മായാലോകത്ത് പറന്നു നടന്ന് തെരഞ്ഞെടുപ്പ് റിസൾട്ട് പുറത്തു വന്ന് ഒരു മാസം തികയും മുൻപ് തന്നെ നാട്ടുകാരെയും അതോടൊപ്പം തന്നെ സ്വന്തം പാർട്ടിയെ കൊണ്ടും അതുപോലെ തന്നെ RSSനെ കൊണ്ടും എല്ലാം തന്നെ ഇപ്പോൾ പറയിപ്പിച്ചു തുടങ്ങിയെന്നുമാണ് ആരോപണം. കല്യാണ വീട്ടിൽ ചെന്നാൽ കല്യാണ പയ്യനാകണം, അല്ലെങ്കിൽ വിമാനത്തിൽ കയറിയാൽ വിമാനം പറത്തുന്ന പൈലറ്റ് ആകണം, ഇനി മരണവീട്ടിൽ പോയാൽ ശവപ്പെട്ടിയിൽ കിടക്കണമെന്ന ഒരു ആറ്റിറ്റ്യൂഡാണ് അദ്ദേഹത്തിനെന്നാണ് രാഷ്ട്രീയ എതിരാളികൾ പോലും ഇപ്പോൾ അദ്ദേഹത്തെ വിമർശിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആകെ മൊത്തത്തിൽ എന്തോ വലിയ പൊരുത്തക്കേടുകൾ ഉണ്ടെന്നാണ് ഇപ്പോഴത്തെ സംസാരം. കാരണം കഴിഞ്ഞ ദിവസം നടന്നത് ഗവർണർ പങ്കെടുക്കുന്ന ഒരു ചടങ്ങാണ്, ഒരു പൊതുവേദിയാണ്. മന്ത്രിമാർ പങ്കെടുക്കുന്ന പരിപാടിയാണെങ്കിൽ സുരക്ഷാ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ പ്രോട്ടോകോൾ പാലിക്കണമെന്നൊന്നുമില്ല. പക്ഷേ ഗവർണർ പങ്കെടുക്കുന്ന ഒരു ചടങ്ങിൽ അവിടെ പ്രോട്ടോകോൾ വളരെ നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്, അത് നിയമമാണ്. നമുക്കറിയാം, കഴിഞ്ഞിടയ്ക്ക് ഗവർണറുമായിട്ട് ബന്ധപ്പെട്ട വലിയ വിവാദങ്ങൾ ഉണ്ടായിരുന്നു. അത് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ ആ പരിപാടിയുമായി ബന്ധപ്പെട്ടാണ് വലിയ വിവാദങ്ങൾ അല്ലെങ്കിൽ വലിയ ചർച്ചകൾക്ക് പോലും അത് വഴിവെച്ചിരുന്നു. ഇതെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അവിടെ ഗവർണറുടെ എല്ലാ പ്രോട്ടോക്കോളും ലംഘിക്കപ്പെട്ടു. ഗവർണർ എന്ന് പറഞ്ഞു, ഞാനിരിക്കുന്ന വേദിയിൽ അവിടെ നിന്ന് ഒരാൾ പോലും എഴുന്നേൽക്കാനോ അല്ലെങ്കിൽ എങ്ങോട്ടെങ്കിലും നടക്കാനോ പാടില്ലെന്നാണ് പ്രോട്ടോക്കോൾ. ആ പ്രോട്ടോക്കോൾ മുഴുവൻ അവിടെ ലംഘിക്കപ്പെട്ടു എന്ന് ഗവർണർ പോലും കുറ്റപ്പെടുത്തുകയുണ്ടായിരുന്നു. അവർ എന്നെ ആക്രമിക്കാൻ വന്നു എന്ന് വരെ പറഞ്ഞ അതേ ഗവർണർ ഇരിക്കുന്ന ഈ വേദിയിലാണ് ഇപ്പോൾ സുരേഷ് ഗോപി എഴുന്നേറ്റ് ഇറങ്ങി പുറത്തേക്ക് പോകുന്നത്. കുട്ടികൾക്കിടയിൽ നിന്ന് അവിടെ ബഹളം സൃഷ്ടിച്ച് ഗവർണർ ചെയ്യേണ്ട ഫ്ലാഗ് ഓഫ് നടത്തുന്നത്. എന്ന് വെച്ചാൽ ഗവർണറെ അപമാനിക്കുന്നു, രാഷ്ട്രീയ പാർട്ടി നേതൃത്വത്തെ അപമാനിക്കുന്നു, മന്ത്രിമാരെ അപമാനിക്കുന്നു, സർക്കാർ ചടങ്ങ് അലങ്കോലമാക്കുന്നു, ദേശീയ ഗാനത്തെ അപമാനിക്കുന്നു, അവഹേളിക്കുന്നു. അപ്പോൾ ഇത്രയും നടത്തുന്നു. ഇങ്ങനെയാണ് കാര്യങ്ങളുടെ പോക്കെങ്കിൽ അടുത്ത തവണ BJP-യുടെ തൃശ്ശൂർ സ്വപ്നങ്ങൾ അസ്തമിക്കുമെന്ന് ഉറപ്പാണ്. നേമത്തെ സീറ്റ് കഴിഞ്ഞ തവണ പോയതിന് സമാനമായിട്ട് തന്നെ തൃശ്ശൂരും പോകുമെന്നാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത്. കാരണം ദേശീയ തലത്തിൽ തന്നെ ഇപ്പോൾ ഇന്ത്യ സഖ്യം വളരെയധികം കരുത്ത് ആർജിച്ചതോടെ കേരളത്തിലും BJP-യുടെ വളർച്ച ഇനി ഏതാണ്ട് പടവലം പോലെ തന്നെ താഴേക്ക് പോകുമെന്ന് ഉറപ്പായിരിക്കുകയാണ്. ഏതായാലും ഇങ്ങനെയാണ് പോക്കെങ്കിൽ 20% വോട്ടിൽ നിന്നും 2009-ലെ 10% പോകാനായിട്ട് BJP-ക്ക് അധികം താമസം വേണ്ടി വരില്ല. ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക.